ജയ് ഗുരുദേവ്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം 1000 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. തകർന്ന പ്രതിഷ്ഠയുടെ ഭാഗങ്ങളെടുത്ത് ശിവലിംഗ രൂപത്തിലാക്കി അന്നത്തെ ആചാര്യന്മാർ ആരും അറിയാതെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. തലമുറകൾ കൈമാറി പൂജിച്ചു വന്ന വിശുദ്ധമായ ആ ജ്യോതിർലിംഗം ഇന്ന് ലോകാരാധ്യനായ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിക്ക് കൈമാറി. ഭാരതത്തിലെ മുഴുവൻ ഭക്തർക്കും ജ്യോതിർലിംഗ ദർശനം സാധ്യമാക്കണമെന്ന ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 16-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്തെ വഴുതയ്ക്കാട്ടുള്ള സുബ്രഹ്മണ്യം ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പ്രദർശിപ്പിച്ചു. സ്വാമി സദ്യോജാതാജിയുടെ നേതൃത്വത്തിൽ നടന്ന രുദ്രപൂജയിലാണ് ജ്യോതിർലിംഗം പ്രദർശിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, നടി മേനക സുരേഷ്, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളായ ആദിത്യവർമ്മ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു, ബിവറേജ് കോർപ്പറേഷൻ ചെയർമാൻ ഹർഷിത എന്നിവർ പങ്കെടുത്തു. അവർക്ക് കടന്നു വരണം. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ വരിയായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തർക്കും ഉള്ള ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദയവായി ആരും അതുകൊണ്ട് തിക്കും തിരക്കും ഉണ്ടാക്കരുത്. നമ്മൾ ശരിക്കും ഒരു ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന അതേ ആ ഒരു വിശുദ്ധിയോടുകൂടി ആ ധ്യാനത്തോടുകൂടി എല്ലാവർക്കും ദർശനം ഉണ്ടാകുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് കടന്നു വരണം. എല്ലാവർക്കും ഇവിടെ മുന്നേക്ക് വന്നിട്ട് നമ്മുടെ വോളണ്ടിയർമാർ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ജ്യോതിർലിംഗ ദർശനത്തിനായി സുബ്രഹ്മണ്യ ഹാളിൽ എത്തിച്ചേർന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശനം നടത്തിയ ശേഷം വിഗ്രഹം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലുടൻ സബ്സ്ക്രൈബ് ചെയ്യണേ. മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രൂ ആൻഡ് റമേഷ സൈനിങ് ഓഫ്.